ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് DLED മാത്സ് മെയിൻ എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് നോക്കാം. പ്രൊജക്റ്റ് രീതി, പ്രൊജക്റ്റ് മെത്തേഡ്. എന്താണ് പ്രൊജക്റ്റ് രീതി? പ്രൊജക്റ്റ് രീതി എന്നത് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പഠന രീതിയാണ്. ഒരു വിഷയത്തെക്കുറിച്ച് കേവലം പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നതിന് പകരം യഥാർത്ഥ ജീവിതത്തിലെ ഒരു പ്രശ്നം ഏറ്റെടുത്ത് അത് പരിഹരിക്കുന്നതിലൂടെ അറിവ് നേടുന്ന രീതിയാണിത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു പഠന രീതിയാണ്. കേവലം പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളെ മാത്രം പോയിന്റ് ചെയ്തുകൊണ്ടുള്ളതല്ല, യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൂടി ഏറ്റെടുത്ത് അത് പരിഹരിക്കുന്നതിലൂടെ കുട്ടി എന്ത് ചെയ്യാണ്? അറിവ് നേടുകയാണ്. അപ്പോൾ ഇതിന് ഘട്ടങ്ങളൊക്കെ ഉണ്ട്. പ്രൊജക്റ്റ് രീതിയിലെ പ്രശ്ന പരിഹരണ ഘട്ടങ്ങളൊക്കെ ഉണ്ട്. ഇതിലെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതൊരു അനുഭവാധിഷ്ഠിത പഠന രീതിയാണ്. എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് ആണ് ഈ ഒരു പഠന രീതി എന്ന് പറയുന്നത്. അനുഭവാധിഷ്ഠിതമാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായി ചിന്തിക്കാനും അന്വേഷിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള അവസരം നൽകുകയാണ്. ഇത് കുട്ടികളിൽ സഹകരണം, നേതൃപാടവം, വിമർശനാത്മക ചിന്ത എന്നിവ വളർത്തുന്നു. അപ്പോൾ പ്രൊജക്റ്റ് രീതിയുടെ പ്രത്യേകതകൾ: ആദ്യത്തേത് എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് ആണ്, അനുഭവാധിഷ്ഠിത പഠനമാണ്. കൂടാതെ കുട്ടിക്ക് സ്വന്തമായിട്ട് ചിന്തിച്ച് അന്വേഷിച്ച് പ്രവർത്തിക്കാനുള്ളൊരു അവസരം ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. കുട്ടികളിൽ സഹകരണമായിട്ടുള്ളൊരു മനോഭാവം, സഹകരണാത്മകമായിട്ടുള്ള മനോഭാവം, അതുപോലെ തന്നെ നേതൃപാടവം, ചിന്താശേഷി, വിമർശനാത്മകമായ ചിന്താശേഷിയൊക്കെ വളർന്നു വരുന്നത് ഈ ഒരു രീതിയിലൂടെയാണ്. അതുകൂടാതെ തന്നെ കുറച്ച് ഘട്ടങ്ങളുണ്ട് അല്ലേ? ആദ്യത്തെ ഘട്ടം എന്താ? പ്രൊജക്റ്റ് രീതിയുടെ ഘട്ടങ്ങൾ, പ്രത്യേകതകൾ കഴിഞ്ഞ ഘട്ടങ്ങളാണ് സ്റ്റെപ്സ് ഓഫ് പ്രൊജക്റ്റ് മെത്തേഡ്. ആസൂത്രണം വരുന്നുണ്ട്, ആസൂത്രണം, അതുപോലെ വിവരശേഖരണം, അപഗ്രഥനവും നിഗമനവും, റിപ്പോർട്ട് തയ്യാറാക്കൽ, അവതരണവും ചർച്ചയും തുടങ്ങിയ സ്റ്റെപ്സ് ആണ്. അതിൽ ആദ്യത്തെയാണ് ആസൂത്രണം എന്ന് പറയുന്നത്. പ്ലാനിങ്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ആദ്യം തന്നെ പ്ലാൻ ചെയ്യണം അല്ലേ? കറക്റ്റ് ആയിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ശരിയായ രീതിയിൽ വർക്ക് ആവുള്ളൂ എന്നതാണ് ശരി. അപ്പോൾ ആസൂത്രണമാണ് പ്രൊജക്റ്റ് രീതിയുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഈ ആസൂത്രണത്തിൽ തന്നെ ഉപഘട്ടങ്ങളായിട്ട് മറ്റ് ചില ഘട്ടങ്ങളുണ്ട്. ഒരു 3 ഘട്ടങ്ങൾ ഉപഘട്ടങ്ങളായിട്ട് വരുന്നുണ്ട്. ആസൂത്രണം എന്ന് പറയുന്നത് പ്രൊജക്റ്റ് രീതിയുടെ അടിത്തറയാണ്. അപ്പോൾ പ്രൊജക്റ്റിന്റെ അടിത്തറയായാണ് ഈ ഒരു ഘട്ടത്തെ കാണുന്നത്. ഇതിൽ താഴെ പറയുന്ന ഉപഘട്ടങ്ങൾ ഉൾപ്പെടുന്നു. അതിൽ ആദ്യത്തെയാണ് പ്രശ്നം കണ്ടെത്തൽ അല്ലേ? നമുക്ക് എന്ത് വിഷയമാണോ, എന്ത് പ്രശ്നമാണോ നമ്മൾ പരിഹരിക്കാൻ, സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടെത്തണം. എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ വിഷയം ആവശ്യമാണ്. അപ്പം ആസൂത്രണമാണ് ആദ്യത്തെ ഘട്ടം. അതിൽ ഉപഘട്ടങ്ങളാണ്. ആദ്യത്തെ പ്രശ്നം കണ്ടെത്തൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് വിഷയമാണോ, എന്ത് പ്രശ്നമാണോ അതിനെ കണ്ടെത്തണം. അതിനുശേഷം മാർഗങ്ങൾ ആസൂത്രണം ചെയ്യണം. പ്രശ്നം പരിഹരിക്കാൻ എങ്ങനെ മുന്നോട്ട് പോകണം, പലതരത്തിലുള്ള മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പം നെക്സ്റ്റ് മാർഗങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നതാണ്. പിന്നീട് വിവരശേഖരണത്തിനുള്ള വഴികൾ, ഏത് രീതിയിൽ, എവിടെ നിന്നെല്ലാം എങ്ങനെ വിവരങ്ങൾ ശേഖരിക്കാം എന്നതാണ് ഇവിടെ വരുന്നത്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പാണ് പ്രൊജക്റ്റ് രീതിയുടെ ആസൂത്രണം എന്ന് പറയുന്നത്. ഈ ആസൂത്രണം എന്ന് പറയുന്ന ഈ ഒരു ഘട്ടത്തിൽ കുറച്ച് ഉപഘട്ടങ്ങൾ വരുന്നുണ്ട്. അതിലൊന്ന് പ്രശ്നം കണ്ടെത്തൽ, രണ്ടാമത്തേതാണ് മാർഗങ്ങൾ ആസൂത്രണം ചെയ്യൽ, മൂന്നാമത്തേതാണ് വിവരശേഖരണത്തിനുള്ള വഴികൾ എന്ന് പറയുന്നത്. ശേഷം നെക്സ്റ്റ് ഘട്ടം വരുന്നുണ്ട്. അതിന് മുന്നായിട്ട് ഉപകരണങ്ങൾ തയ്യാറാക്കൽ എന്ന് പറയുന്ന ഒരു ഘട്ടം കൂടി വരുന്നുണ്ട് കേട്ടോ. ഉപകരണങ്ങൾ തയ്യാറാക്കൽ എന്ന് പറയുന്ന ഒരു ഘട്ടം കൂടി ഉപഘട്ടങ്ങളിൽ വരുന്നുണ്ട്. വിവരങ്ങൾ ശേഖരിക്കാനായി ചോദ്യാവലികൾ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഷീറ്റുകൾ, ക്വസ്റ്റ്യനെയർ ആയിട്ട് നമ്മൾ ഉപകരണങ്ങൾ തയ്യാറാക്കൽ, വിവരങ്ങൾ ശേഖരിക്കാൻ. നമ്മളിപ്പോൾ ഒരു പ്രശ്നത്തെ കുറിച്ചിട്ട് നമ്മൾ എന്താണ് പ്രോബ്ലം സോൾവിങ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാണ്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം, ക്വസ്റ്റ്യനെയർ പോലെ. അതാണ് ലാസ്റ്റ് ഉപഘട്ടം എന്ന് പറയുന്നത്. ആദ്യത്തെ ആസൂത്രണം. ആസൂത്രണത്തിലെ ഉപഘട്ടങ്ങൾ: ആദ്യം പ്രശ്നം കണ്ടെത്തൽ, അതിനുശേഷം മാർഗങ്ങൾ ആസൂത്രണം ചെയ്യൽ, അതിനുശേഷം വിവരശേഖരണത്തിനുള്ള വഴികൾ കണ്ടെത്തുക, ശേഷം ലാസ്റ്റായിട്ട് വരുന്ന ഉപഘട്ടമാണ് ഉപകരണങ്ങൾ തയ്യാറാക്കൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിവരശേഖരണമാണ്, ഡേറ്റ കളക്ഷൻ ആണ്. അപ്പോൾ ആസൂത്രണം, പ്ലാനിങ് കഴിഞ്ഞതിന് ശേഷം, അതിൽ ഉപഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിവരശേഖരണത്തിലേക്ക് എത്തി.
ആസൂത്രണം ചെയ്തതനുസരിച്ച് നേരിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെയോ അഭിമുഖങ്ങളിലൂടെയോ ഇന്റർനെറ്റ് വഴിയോ പുസ്തകങ്ങൾ വായിച്ചോ വിവരങ്ങൾ ശേഖരിക്കുന്നു. പല രീതി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ കളക്ഷനിൽ നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം, പ്രശ്നം എന്താണോ എന്നനുസരിച്ചായിരിക്കും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. വ്യക്തികളാണ് വിഷയമെങ്കിൽ നമ്മളെ ഇന്റർവ്യൂസൊക്കെ നമ്മൾ യൂസ് ചെയ്യും. വ്യക്തികൾ അതല്ല, മറ്റു ടോപ്പിക്സ് കാര്യങ്ങളാണെങ്കിൽ ഇന്റർനെറ്റ്, പുസ്തകങ്ങൾ വായിക്കാം, അല്ല അതിൽ നിന്നൊക്കെ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാം. അപ്പോൾ വിവരശേഖരണത്തിൽ വരുന്നത് ആസൂത്രണം ചെയ്തതിന് ശേഷം നിരീക്ഷണങ്ങളിലൂടെയോ, ഒന്നിൽ നമുക്ക് ഒബ്സർവ് ചെയ്ത്, അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തി, അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്സ് വഴിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും. അപ്പോൾ ആസൂത്രണത്തിന് ശേഷം കുറച്ച് ഉപഘട്ടങ്ങൾ വരുന്നതിന് ശേഷം വിവരശേഖരണമാണ് വരുന്നത്. വിവരശേഖരണത്തിൽ നിരീക്ഷണങ്ങളിലൂടെ, അല്ലെങ്കിൽ ചോദ്യങ്ങളിലൂടെ, ഇന്റർവ്യൂസിലൂടെ, അഭിമുഖം, അല്ലെങ്കിൽ നമ്മൾ പുസ്തകങ്ങളോ ഇന്റർനെറ്റോ വഴിയൊക്കെ നമുക്ക് ആവശ്യമായ പ്രശ്നത്തിന്റെ അല്ലെങ്കിൽ വിഷയത്തിന്റെ വിവരങ്ങൾ കളക്ട് ചെയ്യുക എന്നതാണ്. അതിനുശേഷമാണ് അപഗ്രഥനവും നിഗമനവും, അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപഗ്രഥനവും നിഗമനവും ശേഖരിച്ച വിവരങ്ങളെ ശാസ്ത്രീയമായി പരിശോധിക്കുന്നു. വിവരങ്ങളെ തരംതിരിച്ച് വിശകലനം ചെയ്യുകയും ആ പ്രശ്നത്തിന് എന്ത് പരിഹാരം കാണാമെന്നതിൽ വ്യക്തമായൊരു നിഗമനത്തിൽ എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ശേഖരിച്ച നമ്മൾ വിവരങ്ങളെല്ലാം വെച്ചു. ഇനിയാണ് അത് അപഗ്രഥനം നടത്തേണ്ടത്. അപഗ്രഥനം നടത്തി നിഗമനത്തിലെത്തണം. നമുക്ക് അനലൈസ് ചെയ്ത് കൺക്ലൂഷനിലെത്തണം. ശേഖരിച്ച വിവരങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ട് പരിശോധിക്കുകയാണ് ഇവിടെ. എന്നിട്ട് ആ വിവരങ്ങളെ വിശകലനം ചെയ്യുകയും പരിഹാരം കാണാം, ഏത് രീതിയിൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണാം, പരിഹരിക്കാം എന്ന വ്യക്തമായൊരു നിഗമനത്തിലെത്തുകയാണ്. അപ്പം അപഗ്രഥനവും നിഗമനവും ശേഖരിച്ച വിവരങ്ങൾ അനലൈസ് ചെയ്യുകയാണ്, ശാസ്ത്രീയമായി പരിശോധിക്കുകയാണ്, എന്നിട്ട് ഏത് രീതിയിൽ ഇതിന് പ്രശ്നപരിഹരണം കാണാം എന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ് അപഗ്രഥനവും നിഗമനവും. അത് കഴിഞ്ഞ് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കലാണ്. റിപ്പോർട്ട് പ്രിപ്പറേഷൻ ആണ്. പൂർണ്ണമായ വിവരങ്ങൾ ഒരു റിപ്പോർട്ട് രൂപത്തിൽ തയ്യാറാക്കുന്നു. ഇതിൽ പ്രൊജക്ടിന്റെ ലക്ഷ്യം, ചെയ്ത കാര്യങ്ങൾ, ലഭിച്ച ഫലങ്ങൾ, പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ലഭിച്ച വിവരങ്ങൾ, പൂർണ്ണമായി ലഭിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. അതിൽ പ്രൊജക്ടിന്റെ ലക്ഷ്യം, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമുക്ക് ലഭിച്ച ഫലം, നമ്മൾ തിരഞ്ഞെടുത്തത് എന്താണോ അതിന്റെ ലക്ഷ്യം, നമ്മളൊരു എന്തെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ പ്രശ്നം തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ മൊത്തത്തിൽ നമുക്ക് ലഭിച്ച പൂർണ്ണമായ വിവരങ്ങളുടെ റിപ്പോർട്ടാണ് തയ്യാറാക്കുന്നത്. അതിൽ നമ്മൾ തിരഞ്ഞെടുത്ത വിഷയത്തിന്റെ അല്ലെങ്കിൽ പ്രശ്നത്തിന്റെ ലക്ഷ്യം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു, അതിലൂടെ എന്തെല്ലാം ഫലങ്ങൾ കിട്ടി, എന്തെല്ലാം പരിഹാര നിർദ്ദേശങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഇതെല്ലാം തന്നെ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ അതിൽ കൊടുക്കണം. ലാസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് അവതരണവും ചർച്ചയുമാണ്. പ്രസന്റേഷൻ ആൻഡ് ഡിസ്കഷൻ. തയ്യാറാക്കിയ റിപ്പോർട്ട് സഹപാഠികൾക്കും അധ്യാപകർക്കും മുൻപിൽ അവതരിപ്പിക്കുന്നു. ഇത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അറിയാനും പുതിയ അറിവുകൾ പങ്കുവെക്കാനും സഹായിക്കുന്നു. അല്ലെ, നമുക്ക് നമ്മുടേതായ കുറച്ച് അറിവുകൾ ഉണ്ടായിരിക്കും. ആ അറിവ് വെച്ചായിരിക്കും നമ്മളത് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെയും കുറച്ച് ഐഡിയാസും കാര്യങ്ങളും ഒപ്പീനിയൻസും ഉണ്ടായിരിക്കും. അല്ലെ, അപ്പൊ നമ്മളിത് അവതരിപ്പിക്കുന്ന സമയത്ത്, ഒരു ചർച്ചയാക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെയും അഭിപ്രായങ്ങൾ അറിയാൻ, അവരുടെയും കൂടി അറിവുകളും നമ്മുടെ അറിവുകളും തമ്മിൽ പങ്കുവെക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതാണ് അവതരണവും ചർച്ചയും എന്ന് പറയുന്നത്. നമ്മളിത് നോക്കിയത് പ്രൊജക്ട് രീതിയായിരുന്നു, കുട്ടി കേന്ദ്രീകൃതമായിട്ടുള്ളൊരു പഠന രീതിയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കൂടാതെ തന്നെ ഇതിന്റെ പ്രത്യേകതകൾ നോക്കിയിരുന്നു. അതിനുശേഷമാണ് ഘട്ടങ്ങൾ പരിചയപ്പെട്ടത്. ആദ്യത്തെ ആസൂത്രണമാണ് പ്ലാനിങ്. അതിനുശേഷം ആസൂത്രണങ്ങളിൽ വരുന്ന ഉപഘട്ടങ്ങൾ നോക്കി. പ്രശ്നം കണ്ടെത്തലുണ്ടായിരുന്നു, മാർഗങ്ങൾ ആസൂത്രണം ചെയ്യലുണ്ടായിരുന്നു, വിവരശേഖരണത്തിനുള്ള വഴികൾ, പിന്നെ ഉപകരണങ്ങൾ തയ്യാറാക്കൽ, ഇത്രയും ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ആസൂത്രണത്തിന് ശേഷം നമ്മൾ പോയ ഘട്ടം എന്ന് പറയുന്നത് വിവരശേഖരണമായിരുന്നു, ഡേറ്റ കളക്ഷൻ ആയിരുന്നു. വിവരശേഖരണത്തിന് ശേഷമാണ് വിവരം ശേഖരിച്ചു, ആസൂത്രണം ചെയ്തു, വിവരം ശേഖരിച്ചു. അതിനുശേഷം അപഗ്രഥനവും നിഗമനവും നടത്തി. അതിനുശേഷം റിപ്പോർട്ട് തയ്യാറാക്കി. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അവതരണവും ചർച്ചയുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് നോക്കിയത് പ്രൊജക്റ്റ് രീതി എന്ന ടോപ്പിക്കാണ്. എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് ഉടനെ തന്നെ വരാം. എക്സാമിന് കുറച്ച് ദിവസങ്ങളാണല്ലോ ഉള്ളൂ. അതുകൊണ്ട് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് എക്സാമിന് മുന്നേ ഔട്ടാക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്